കർമ്മ ബ്രേക്കിംഗ് പുറത്തുവരികയാണ്. ഇസ്രായേലിന് അടിയന്തരമായ ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും നൽകാൻ അമേരിക്കൻ പ്രസിഡന്റ് തീരുമാനിച്ചു. അമേരിക്കൻ നിയമനിർമ്മാണ സഭയായ കോൺഗ്രസിൽ ചർച്ച ചെയ്യാതെയാണ് അടിയന്തരമായ നീക്കം. ഇതിനിടെ യുദ്ധം ഉടനൊന്നും അവസാനിക്കില്ല എന്നും മാസങ്ങൾ നീളുമെന്നും ഇസ്രായേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹു പറയുകയാണ്. ഹമാസ് ഭീകരന്മാരെ ഇല്ലാതെയാക്കാൻ യുദ്ധം മാത്രമാണ് വഴി. യുദ്ധം ചെയ്ത് അവരെ ഉന്മൂലനം ചെയ്ത് നല്ലതും സമാധാനവും നിറഞ്ഞ പലസ്തീൻ ഉണ്ടാക്കും. ഇസ്രായേലിന്റെ അയൽപ്പക്കം സമാധാനത്തിലായിരിക്കും നിലനിൽക്കുക. ഭീകരവാദത്തെ ഇല്ലാതാക്കാൻ ഒരു കുറുക്കുവഴിയുമില്ലെന്ന് യുദ്ധത്തിൽ അവരെ നശിപ്പിക്കുകയാണ് ഏക വഴിയെന്നുമാണ് നെതന്യാഹു പറയുന്നത്. ഇതിനിടെയാണ് അമേരിക്കയിൽ നിന്നും വൻതോതിൽ ആയുധങ്ങളും ബോംബുകളും ഒക്കെ എത്തുന്നത്. അന്താരാഷ്ട്ര വിമർശനത്തിന് വിധേയമായി ഗാസയിൽ ഹമാസിനെതിരായ യുദ്ധം ഇസ്രായേൽ തുടരുന്ന സാഹചര്യത്തിലാണ് വിവാദ തീരുമാനം. ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് അമേരിക്ക പ്രതിജ്ഞാബദ്ധമാണ്. അത് അഭിമുഖീകരിക്കുന്ന ഭീഷണികളിൽ നിന്ന് സ്വയം പ്രതിരോധിക്കാൻ ഇസ്രായേലിന് കഴിയുമെന്ന് ഉറപ്പാക്കുന്നത് യുഎസ് ദേശീയ താൽപര്യങ്ങൾക്ക് അത്യന്താപേക്ഷിതമാണ്. സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറയുന്നത് ഇസ്രായേൽ ഇതിനകം വാങ്ങിയ 155 mm ഷെല്ലുകൾ നിർമ്മിക്കാൻ ആവശ്യമായ ഫ്യൂസുകൾ, ചാർജുകൾ, പ്രൈമറുകൾ എന്നിവ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾക്കായി $147.5 മില്യൺ വിൽപ്പനയ്ക്ക് രണ്ടാമത്തെ അടിയന്തര തീരുമാനം എടുത്തതായിട്ടാണ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ കോൺഗ്രസിനെ അറിയിച്ചതായി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിരിക്കുന്നത്. ഇസ്രായേലിന്റെ പ്രതിരോധ ആവശ്യങ്ങളുടെ അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് കൈമാറ്റത്തിന് ഉടനടി അംഗീകാരം ആവശ്യമുള്ള അടിയന്തരാവസ്ഥ നിർണ്ണയിക്കാൻ തന്റെ നിയുക്ത അധികാരം വിനിയോഗിച്ചതായി സെക്രട്ടറി കോൺഗ്രസിനെ അറിയിച്ചുവെന്നാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. അടിയന്തര നിർണ്ണയം എന്നതിനർത്ഥം വാങ്ങൽ, വിദേശ സൈനിക വിൽപ്പനയ്ക്കുള്ള കോൺഗ്രസിന്റെ അവലോകന ആവശ്യകതയെ മറികടക്കും എന്നാണ്. നിയമനിർമ്മാതാക്കളുടെ അംഗീകാരത്തിനായി കാത്തുനിൽക്കാതെ ആയുധങ്ങൾ എത്തിക്കേണ്ടതിന്റെ അടിയന്തര ആവശ്യം ഭരണകൂടങ്ങൾ കാണുമ്പോൾ അത്തരം തീരുമാനങ്ങൾ അപൂർവമാണ്. ഇസ്രായേലിന്റെ ആക്രമണം വ്യാപിച്ചതോടെ 10,000 സെൻട്രൽ ഗാസയിൽ നിന്നും പലായനം ചെയ്യുന്നു. $106 മില്യൺ വിലമതിക്കുന്ന ഏകദേശം 14,000 റൌണ്ട് ടാങ്ക് വെടിമരുന്ന് ഇസ്രായേലിന് വിൽക്കുന്നതിന് അംഗീകാരം നൽകാൻ ഡിസംബർ 9 ബ്ലിങ്കൻ സമാനമായ തീരുമാനമെടുത്തിരുന്നു. പുതുവർഷത്തിലും ഗാസയിൽ വൻ കരയുദ്ധം നടക്കുകയാണ്. ഗാസാവാസികളെ യുദ്ധത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ടെന്റ് ജീവിതത്തിലേക്ക് മാറ്റി മാന്യമായി വീടുകളിൽ കഴിഞ്ഞവരെല്ലാം ഇപ്പോൾ പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചുകെട്ടി അതിനുള്ളിലാണ് കിടക്കുന്നത്. കാരണം കെട്ടിടങ്ങളെല്ലാം ഏത് സമയത്തും ഇസ്രായേൽ തകർക്കും. റെയ്ഡുകൾ തുടരുന്നു. ഇസ്രായേൽ പിടിച്ചെടുക്കുന്ന ഓരോ നഗരവും തകർത്തും ഉഴുതും മറിച്ചാണ് കടന്നുപോകുന്നത്. ഹമാസ് ഭീകരന്മാർക്കെതിരായ ഇസ്രായേൽ യുദ്ധത്തിൽ ശക്തമായ വ്യോമാക്രമണത്തിലും പീരങ്കി വെടിവെപ്പിലുമായിരുന്നു ശനിയാഴ്ച രാത്രിയും. മധ്യതെക്കൻ ഗാസയിലെ ജില്ലകളിൽ ഇസ്രായേൽ ടാങ്കുകൾ ആഴത്തിൽ നീങ്ങി ഉൾഗ്രാമങ്ങളിലെ വീടുകൾ വരെ ടാങ്കും കരസേനയും അരിച്ചു പറക്കുന്നു. സംശയം തോന്നുന്ന വീടുകളും ബങ്കറുകൾ ഉള്ള എല്ലാ വീടുകളും എല്ലാം തകർക്കുകയാണ്. മധ്യ ഗാസയിലെ അൽബുറൈ, നുസ്രത്ത്, മഗാസി എന്നിവിടങ്ങളിലെല്ലാം തീവ്രമായ വ്യോമാക്രമണം ഉണ്ടാകുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ സെൻട്രൽ ഗാസ മുനമ്പിൽ നടന്ന ആക്രമണങ്ങളിൽ 100 ഫലസ്തീനികൾ കൊല്ലപ്പെടുകയും 150 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായിട്ടാണ് ഹമാസ് ആരോഗ്യ ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്നാൽ ഹമാസിന്റെ കണക്കിൽ എത്ര സാധാരണക്കാർ എന്നും എത്ര ഹമാസ് ഭീകരെന്നും തരംതിരിച്ച് കണക്കുകളില്ല. എന്നാൽ ഇസ്രായേൽ പറയുന്നത് മരണം 1,00,000 കടന്നുവെന്നും ഇതിൽ 10,000-ഓളം ഹമാസ് ഭീകരന്മാരുമാണ് എന്നാണ്. ഇതിനിടെ ഇസ്രായേൽ സൈന്യത്തിന്റെ ആൾനാശം ഗാസയിൽ 170ആയി. നഗരത്തിലെ തീവ്രവാദ ഗ്രൂപ്പിന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ആസ്ഥാനം ഉൾപ്പെടെ ഖാൻ യൂനിസിലെ ഹമാസ് സൈറ്റുകൾ ഇസ്രായേൽ സൈന്യം റെയ്ഡ് ചെയ്തു. സെൻട്രൽ ഗാസയിലെ അൽ ബുറൈജ് ക്യാമ്പിൽ ഫലസ്തീൻ സിവിലിയന്മാർ താമസിക്കുന്ന സ്കൂളിൽ ഒളിച്ചിരുന്ന ഹമാസ് തോക്കുധാരികളെ മുഴുവൻ ഇസ്രായേൽ സൈന്യം വധിച്ചു. ഹമാസ് ഭീകരന്മാരിൽ നിന്നും തോക്കുധാരികളിൽ നിന്ന് മാറി നിൽക്കുക എന്ന് ഇസ്രായേൽ സൈന്യം ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. ഹമാസുകാർക്ക് അഭയം നൽകുന്ന സിവിലിയന്മാരുടെ ജീവനും അപകടത്തിലാണ് എന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.